ഫ്രണ്ട്സ്, ഞാനിന്ന് പുറത്ത് പോവാണ്. 3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. 1, ATM പോകണം, കുറച്ച് പൈസ എടുക്കണം. 2, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം. 3, എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ഇപ്പോൾ 4:59, അതായത് 5 മണിയായി. 5 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി. എപ്പോൾ തിരിച്ചു വരുമെന്ന് നോക്കാം. അപ്പോഴേക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാത്രം കാണുന്ന ഒരു വക സ്ഥിതി വിശേഷമാണിത്. സോ അതൊക്കെ പോട്ടെ, നമ്മളത് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ പ്ലാൻ ബസ്സിന് പോകാനാണ്. അങ്ങനെ സീബ്ര ക്രോസിങ് കണ്ടു. അതിലൂടെ നമ്മൾ കടന്ന് 100% ശ്രദ്ധ അവിടെ തന്നെ കൊടുത്ത് ഞാനിങ്ങനെ സീബ്ര ക്രോസിങ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങളിൽ ആർക്കൊക്കെ ഇങ്ങനെ കടക്കാൻ ഭയമുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശേഷം ഞാൻ ബസ് നോക്കി നിന്നു. ബസ് കിട്ടി, ബസ്സിന് കയറി. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കേരള ബാങ്കിൻ്റെ ATM എത്തിയിരിക്കുകയാണ്. വാതിൽ തുറന്ന് അകത്ത് കയറി കാർഡ് ഇട്ടു. ശേഷം അവിടുത്തെ ഓരോ ഓപ്ഷൻസ് ടിക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പിൻ നമ്പർ കൊടുത്തു, എത്ര രൂപ വേണം എന്നുള്ളത് അതും കൂടെ അടിച്ചു കൊടുത്തു. സോ നിങ്ങൾ ആദ്യമായിട്ട് ATM കയറി പൈസ എടുത്തത് ഏത് വയസ്സിലായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ പൈസ എടുക്കാൻ എല്ലാം ചെയ്തു. പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പൈസ വന്നു. 4000 രൂപയായിരുന്നു. അത് ഞാൻ എടുത്ത് എൻ്റെ ബാഗിലേക്ക് ഇട്ടു. കാർഡ് തിരിച്ചെടുത്തു. അങ്ങനെ ഞാൻ ATM നിന്നും ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ XXX സ്പീഡിൽ ഞാൻ എൻ്റെ ഹോട്ടൽ മാത്രം ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് നീങ്ങി. ഇനി ഇവിടെ നിന്ന് റോഡിനപ്പുറത്തേക്ക് കടക്കേണ്ടതുള്ളത് കൊണ്ട് സീബ്ര ക്രോസ് ലൈൻ വീണ്ടും കടക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധയോടുകൂടി അവിടവും കടന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യം ഹോട്ടലാണ്. മന്ദം ഹോട്ടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഹോട്ടൽ സഫയർ എന്ന് എഴുതിയിരിക്കുന്നു. സോ ഞാൻ സന്തോഷം കൊണ്ട് വേഗം എൻ്റെ ഹോട്ടലിലേക്ക് കടന്നു. അങ്ങനെ ഹോട്ടലിൽ ഇടം വലവും നോക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു ഗൈസ്. മുന്നോട്ട് നടന്ന് വാഷ്റൂമിൽ പോയി കൈയൊക്കെ നന്നായി കഴുകി. ശേഷം എൻ്റെ ഒരു മൊണാൾട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗൈസ്. അതിന് ശേഷം ഞാൻ ഒരു മൂലയിലേക്ക് പോയി, ആരുമില്ലാത്തൊരു മൂലയിൽ പോയി ഇരുന്നു. അപ്പോൾ തന്നെ വെയിറ്റർ എനിക്ക് പാത്രം കൊണ്ടുവന്ന് തന്നേ. ഞാനത് നോക്കി അവിടെ ഇരുന്നപ്പോഴേക്കും എൻ്റെ സാധനം എത്തി. ഫസ്റ്റ് അച്ചാർ, സാലഡ് ആൻഡ് ഹാഫ് ചിക്കൻ ബിരിയാണി. സോ ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണിയെ എൻ്റെ പാത്രത്തിലേക്ക് തട്ടി. അവസാന വറ്റും പാത്രത്തിൽ വീണു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ചെറിയ പ്ലേറ്റ് എടുത്ത് മാറ്റി വെച്ചു. ശേഷം കുറച്ച് സാലഡ് പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചു. ശേഷം ഞാൻ 2 സ്പൂൺ എടുത്തു കേട്ടോ. കുറച്ച് അച്ചാർ, നാരങ്ങ അച്ചാർ, അതും ഒരു സൈഡിലേക്ക് വെച്ചു. ഇവിടെ പണ്ട് ഈ ബീട്രൂട്ട് അച്ചാറായിരുന്നു. ബീട്രൂട്ടും ഈന്തപ്പഴവും കൂടി ഇട്ട അച്ചാർ, അത് അടിപൊളിയായിരുന്നു. അതായിരുന്നു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. സോ അതിനകത്ത് നിന്ന് ഞാൻ എൻ്റെ കഷ്ണം ഏതാണെന്ന് എടുത്ത് തപ്പിയെടുത്ത് മാറ്റി വെച്ചു. കാരണം അത് നല്ല ഒരു പീസായിരുന്നു. പിന്നെ ഞാൻ അത് ചിക്കനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അതിൽ നിന്നൊരു പീസും കുറച്ച് സാലഡും കുറച്ച് അച്ചാറും കുറച്ച് റൈസും കൂടെ ചേർത്ത് ഞാൻ കുഴച്ചിട്ട് വായിലേക്ക് വെച്ചു. എന്നിട്ടാണ് സൈഡിലൂടെ നോക്കുന്നത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ മാത്രമേ ആ സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ കയറി വരുമ്പോൾ 1-2 പേരെ ഞാൻ അവിടെ കണ്ടിരുന്നു. ശേഷം ഞാൻ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. അത് വന്നു. ലൈം ജ്യൂസിൻ്റെ വില 30 രൂപ. ബിരിയാണിയുടെ വില, ഹാഫ് ചിക്കൻ ബിരിയാണിയുടെ വില 140 രൂപ. അത് ബില്ല് ഞാൻ കാണിക്കുന്നുണ്ട്.
മൊത്തം 170 രൂപയായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫാഷൻ ഫാക്ടറിയിലേക്കാണ്. ഫാഷൻ ഫാക്ടറി പോകാൻ കാരണം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ നോക്കിയതാണ്. ഏതെങ്കിലും പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് തൊട്ട് ഞാനിതാ തപ്പി തുടങ്ങി എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന്. ഓരോന്നും കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള ഓഫറാണ്. അപ്പം ഹാഫ് പ്രൈസാണ് വരുന്നത്. ഓരോന്നിനും വില 1500 2000 ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിലൂടെ കറങ്ങി നടന്നു, ഓരോ സ്ഥലത്തും നോക്കി. ഞാനിതാണ്ട് പോവുകയാണ്. ആ മഞ്ഞ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? ഓരോന്നും ശ്രദ്ധിച്ച് നോക്കുകയാണ്. എനിക്കിവിടെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ആ പിങ്ക് കളർ എങ്ങനെയുണ്ട് ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായോ? ഇതെങ്ങനെയുണ്ടെന്ന് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാഗ് സെക്ഷനിലേക്ക് പോയി. ബാഗ് സെക്ഷനിൽ ആ ഒരു ബാഗ് എടുത്ത് നോക്കി. സംഭവം കൊള്ളാമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം ഞാൻ വേറൊരു ബാഗ് നോക്കി ഗൈസ്. അതിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ വില 2000 സംതിങ് ഉണ്ട്. നോക്കാം. 2295 രൂപയാണ് ആ ഒരു കൊച്ചു ബാഗിൻ്റെ വില. ഞാൻ പിന്നെ എല്ലാം അവിടെ വെച്ച് നേരെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇത് ചുരിദാർ കുർത്തകളുടെ ഏരിയ ആണ്. സോ ഞാൻ അതെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്യാം കേട്ടോ, കണ്ണൂരുള്ളവർക്ക്. കാരണം ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. വില കുറച്ചും കൂടുതലാണ് എങ്കിലും. അവിടെ നിന്ന് ഞാൻ നേരെ ഇറങ്ങിയത് ഗ്രീൻസിലേക്കാണ്. ഗ്രീൻസിൽ പോയിട്ട് ഈ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോപ്പ് പൗഡർ, അതൊക്കെ വാങ്ങാൻ വേണ്ടി ഗ്രീൻസിൽ കയറി അതിലൂടെ തിരിഞ്ഞ് നടന്ന് അവസാനം ഞാനൊരു സോപ്പ് എടുത്തു. ആ സോപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സോപ്പ് ചന്ദ്രികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സോപ്പ് എടുത്തതിന് ശേഷം ഞാൻ അതിലെ ഓരോ സാധനങ്ങളും നോക്കി നടന്നതിന് ശേഷം ഞാൻ ഇവരുടെ തന്നെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിലേക്കാണ് പോയത്. ബേക്കറിയിലേക്ക് പോയിട്ട് ഞങ്ങളുടെ സോപ്പ് കാണിക്കുന്നുണ്ട്. ബേക്കറിയിൽ പോയി ഇതിലെയൊക്കെ കറങ്ങി നടന്ന് എന്താണ് അവിടെ പുതിയതായിട്ട് വന്നതെന്നൊക്കെ ഒന്ന് നോക്കി. പക്ഷെ ഇത്ര സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് ഞാൻ